നമസ്കാരം. ഞാനിന്നിവിടെ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് അരിപ്പൊടി ഇട്ടാ നന്നായി പൊടിച്ച് വറുത്തതാണ്. അത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ പറ്റുന്ന പൊടിയാണ് കേട്ടോ. അങ്ങനത്തെ പൊടിയാണ് എടുക്കേണ്ടത്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും പഞ്ചസാരയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ഏലക്കായ ഉണ്ട്, അതിൻ്റെ കുരു എടുത്തതാണ് അതും. പിന്നെ ഒരു നുള്ള് ജീരകം കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഞാനിവിടെ 2 ഗ്ലാസ് ആണ് ഈ നാളികേരപ്പാൽ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. നന്നായി മിക്സ് ആക്കട്ടെ. ഇനി ഇത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കലക്കി വെച്ചിരുന്ന മാവ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിത് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അടിച്ചെടുത്ത മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് കുറേശ്ശെ നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങി. അപ്പോൾ ഞാനിതിൽ പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ടുള്ള പാത്രം കേട്ടോ ഇതിൽ വെച്ചേക്കുകയാണ്. കാരണം ഇത് മാവ് ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വെക്കുമ്പോൾ പോവാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് വെള്ളമായിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാത്രം ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ട്രിപ്പും കൂടി വയ്ക്കാം. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇതായി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം എല്ലാം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു സോഫ്റ്റ് കിണ്ണത്തപ്പമാണ്. കണ്ടോ, സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അധികം കനൽ വേണ്ട, അപ്പോഴാണ് ടേസ്റ്റ് നന്നായി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.